ഹലോ, ഇന്ന് നമ്മുടെ വരുണിൻ്റെയൊക്കെ പാർട്ടി ഇൻ ദി സ്കൈ അതിൻ്റെ അവരുടെ വർക്കായിരുന്നു. നമ്മുടെ തൃപ്രയറായിരുന്നു. രാവിലെ തന്നെ നല്ലൊരു മോർണിംഗ് ഇതാണ് തുടങ്ങിയത് കേട്ടോ. തൃപ്രയർ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സ്പേസിൽ പോയിട്ടാണ് ഞങ്ങൾ സിംഗിൾ എടുക്കാൻ പോയത്. അതൊരു എന്താ പറയുക, ഒരു കുറേ നാളുകൾക്ക് ശേഷം കാണുന്നൊരു മാഫിയ ഗ്യാങ്ങിൻ്റെ ഒരു മൂഡായിരുന്നു. കാരണം കുറേ ബ്ലാക്ക് താറുകളെല്ലാവരും കൂടി ചേർന്നിട്ട് എന്താ പറയുക, അവർ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും കൂടി പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു വൈബ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു പരിപാടി, നല്ല പരിപാടിയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ തൃപ്പയാർ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഏരിയയിൽ പോയിട്ട് സിംഗിളും കാര്യങ്ങളൊക്കെ എടുത്ത്, എനിക്ക് ഹെലിക്യാമിൻ്റെ വർക്കായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ബൈപ്പാസിൻ്റെ പണി നടക്കണ്ടായിരുന്നു. ഇപ്പോൾ പണി നടക്കണേയല്ല ബൈപ്പാസിൽ, അവിടെ പോയിട്ട് കുറച്ച് ഹെലിക്യാമിൻ്റെ കുറച്ച് FPV ഷോട്ടുകളൊക്കെ എന്നൊക്കെ പറഞ്ഞ് പോയിച്ച് പെണ്ണിൻ്റെ കുറച്ച് സിംഗിളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടൊക്കെ എടുത്ത് അങ്ങനെ നേരെ വീട്ടിലൊക്കെ പോയി വീട്ടിൽ നിന്നൊക്കെ ചെന്ന് നേരെ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ നമ്മുടെ സെറ്റെല്ലാം സെറ്റായിരുന്നു. എന്ത് നാരായണോട് വരുന്നും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വർക്കായിരുന്നു. നമ്മുടെ വരുന്ന ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ തന്നെ വർക്കായിരുന്നു. പിന്നെ അറിയാമല്ലോ, ചിപ്സുള്ള പിള്ളേരെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിട്ട് നോക്കി നൈസ് ഫോട്ടോ ഒക്കെ കാണിച്ചൊക്കെ കൊടുത്ത് അവരോട് കമ്പനിയൊക്കെ അടിച്ചൊക്കെ ഇരിക്കണമായിരുന്നു നമ്മുടെ നിധി. നല്ലൊരു കിട്ടില്ല സദ്യം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്കൊരു ഹെൽത്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ സംഗീതിൻ്റെയും ഗോപിയുടെയും സേവ് ദ ഡേറ്റിൻ്റെ പ്രീ വെഡിങ്ങിൻ്റെ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് ഹെൽത്തി ആയിരുന്നു. അതായത് നമ്മുടെ ഈസ്റ്ററിൻ്റെ തലേദിവസം നല്ലൊരു ചെറിയൊരു പരിപാടിയാണെങ്കിലും കുറച്ച് നേരം നിന്ന് ഫുഡവേ ഹെൽത്തിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരും അപ്പം ഞാൻ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന് കമ്പനിയൊക്കെ അടിച്ചിട്ട് ഈ കാണാനില്ലേ, സീനാട്ടവൻ അയ്യോ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നുള്ളൂ. തലേ കയറിയിരുന്ന വരെ മൂട്ടി കീറി അവസാനം പേടിപ്പിച്ചിട്ടാണ് വിട്ടത്. പിന്നെ നല്ല കിട്ടില്ല പെട്ടെന്ന് റെഡിയാക്കിയാണെങ്കിൽ ഒരു പെട്ടെന്ന് സെറ്റാക്കിയിട്ട് അഞ്ചിൽ ചേച്ചിയൊക്കെ അടിപൊളി വൈബാണ്. കാരണം പെട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും കൂടി സെറ്റായിട്ട് അടിപൊളി ഡാൻസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവരടിപൊളിയായിട്ട് അവിടെ നല്ലൊരു വൈബ് തന്നെ ക്രിയേറ്റ് ചെയ്തു. ആ ഒന്നും ഇല്ലാണ്ടൊരു വൈബ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തിലേക്ക് ഒരു കഴിവെന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ചേച്ചി. അങ്ങനെ കുറച്ച് സിംഗിളും കാര്യങ്ങളൊക്കെ എടുത്ത് അന്നത്തെ ഒരു പരിപാടി ഹാപ്പി ഗുഡ് നൈറ്റും പറഞ്ഞ് ഹാപ്പി ഈസ്റ്റർ അഡ്വാൻസ് ഹാപ്പി ഈസ്റ്ററും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വൈകി അവിടെ നിന്ന് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നമ്മുടെ സെൻറ്റ് ജോസഫ് പള്ളിയുടെയൊക്കെ എത്തിയപ്പോൾ നോക്കിയപ്പോൾ നല്ല ക്രൗഡും പള്ളിയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ഈസ്റ്ററിന് വേണ്ടിയിട്ടുള്ള വൈബിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്.